ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ക്ലാസ്സിലെത്തി. നിങ്ങൾ എല്ലാവരും രണ്ടാം ക്ലാസ്സിലെത്തി. അപ്പൊ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയാം ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നതെന്നും അതുപോലെ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് യൂണിറ്റ് 1 എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അപ്പൊ കൂട്ടുകാരെല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതില് ആദ്യത്തെ യൂണിറ്റ് എ അംബ്രല്ല ഫോർ ഓൾ. അതിൽ എന്താണ് 2 പാഠങ്ങളാണുള്ളത്. സ്കെയിൽ ബ്രിങ്സ് ദ മെയിൽ. അതൊരു പാടാനുള്ള ഒരു ഭാഗമാണ്. Then unit 2 a piece of cake ആണ്. Then അതിൽ ലില്ലി ആൻഡ് ദ ബിയർ. ആൻഡ് യൂണിറ്റ് 3 എന്ന് പറയുന്നത് the village birds and Pip the penguin ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റ് ആണ്. an umbrella for all എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. an umbrella for all എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? എല്ലാവർക്കും ഒരു കുട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാഠത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് an umbrella for all. അപ്പൊ അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്താ? കുടയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരേ ഒരു കുട എന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഫ്രോഗ് ഉണ്ട്, ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബേർഡ് ഉണ്ട്, അതുപോലെ തന്നെ റാബിറ്റ്, ഫ്രോഗ്, അതുപോലെ തന്നെ സ്പാരോ എന്നിവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ളതാണ് ഇതെന്താണ്? മഷ്റൂം ആണ് അല്ലെ. മഷ്റൂം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പിക്ചറിലുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി? ഓക്കെ, ലെറ്റ്സ് റീഡ്. അപ്പൊ ഇവിടെ വായിക്കാൻ പറഞ്ഞിട്ടുള്ളതുണ്ട്. എന്താണ് പറയുന്നത്? A small ant was searching for food. Suddenly it started raining. I'm all wet. Where shall I find shelter? The ant looked around. അപ്പൊ എന്താണ്? A small ant was searching for food. അതായത് ഒരു ചെറിയ ഉറുമ്പ്, ആന്റ് എന്താണ്? ഫുഡ് അന്വേഷിക്കുകയാണ്. Suddenly it started raining. പെട്ടെന്ന് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. I'm all wet. എന്താണ്? ഞാൻ ആകെ നനഞ്ഞു. എവിടെയാണ് ഒരു ഷെൽട്ടർ, അതായത് ഒരു സ്ഥലം, ഒരു നിൽക്കാനുള്ള ഒരു സ്ഥലം കിട്ടുക. and looked around. അതായത് ആന്റ് എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. where will the ant get shelter? എവിടെയാണ് ആന്റിന് ഷെൽട്ടർ ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിക്ചറും ആന്റിന്റെ കൊടുത്തിട്ടുണ്ട്, ഉറുമ്പ് മഴ പെയ്യുന്നത്. then അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ the gentle rain turned into a heavy shower. The ant walked first. Far away he saw something. അതായത് gentle rain എന്ന് പറയുന്നത് എന്താണ്? gentle rain എന്ന് പറയുന്നത് മൃദുവായ മഴ എന്നതാണ്. മൃദുവായ മഴ എന്നതാണ് അർത്ഥം വരുന്നത്. ഹെവി ഷവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൃദുവായ മഴ മാറിയിട്ട് വലിയൊരു കനത്ത മഴയായിട്ട് മാറി. അതാണ് ഇവിടെ പറയുന്നത്. കനത്ത മഴയാണ് ഇവിടെ ഹെവി ഷവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കനത്ത മഴ. The ant walked fast. അതായത് ഉറുമ്പ് വേഗത്തിൽ നടന്നു. Far away, അകലെ. അതായത് അകലെ എന്താണ്? He saw something. അവൻ എന്തോ അകലെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കിത് വായിച്ചു നോക്കാം. Let's read. The ant saw a tiny mushroom. അതായത് എന്താണ്? ഒരു ഉറുമ്പ് എന്താണ്? ഒരു ചെറിയ മഷ്റൂം എന്ന് പറയുന്നത് എന്താണ്? കൂണാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂണ് കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആന്റ് ഉറുമ്പ് ചെറിയ കൂണ് കണ്ടു. He ran towards the mushroom. അതായത് എന്താണ്? അവൻ എന്താണ്? കൂണിന്റെ അടുത്തേക്ക് ഓടി. റാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓടി. റാൻ, ഓടി. It was red in color. അതെന്താ? അത് റെഡ് കളർ ആയിരുന്നു. അതായത് ചുവപ്പ് കളർ ആയിരുന്നു. റെഡ് ഇൻ കളർ. There were yellow spots on it. അതായത് അതിന്റെ മുകളിൽ എന്താ? യെല്ലോ സ്പോട്ട്സ്, യെല്ലോ കുത്തുകൾ ഉണ്ടായിരുന്നു. I shall make it an umbrella. അതായത് എന്താണ്? ഞാനിതൊരു അംബ്രല്ല ആക്കുക. അതായത് അംബ്രല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുട. ഞാനിതൊന്ന് കുടയാക്കിയാലോ? The ant stands under it. അതായത് അണ്ടർ എന്താണ്? കൂണിന് താഴെ ഉറുമ്പ് ഇരുന്നു. under it ഉറുമ്പ് ഇരുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. The mushroom is an umbrella for the ant. Why?
അതായത് ഇവിടെ എന്താണ് മഷ്റൂം ഈ കൂടെ ഉറുമ്പിന്റെ ഒരു കുടയായി മാറി. എന്തുകൊണ്ടാണ്? നമുക്കറിയാം മഷ്റൂം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ് മഷ്റൂം എന്ന് പറയുന്നത് ഉറുമ്പിനേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? the mushroom is bigger than mushroom is bigger than the ant. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാലും മതി, ഇവിടെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പഠിക്കാം. Okay, the rain came down heavily. The ant sat under the mushroom looking at the rain. He saw a butterfly. Her wings were wet. The butterfly came near the mushroom. അതായത് മഴ ശക്തിയായി കൂടുതൽ വർഷിക്കാൻ തുടങ്ങി. Came down heavily. The ant sat under the mushroom looking at the rain. അതായത് ഉറുമ്പ് കൂടിന് താഴെ ഇരുന്നിട്ട് എന്താണ് മഴയെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. He saw a butterfly. ബട്ടർഫ്ലൈനെ അതായത് ചിത്രശലഭത്തെ കണ്ടു. Her wings were wet. വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകാണ് കേട്ടോ, ചിറക്. വെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞു. Okay, her wings were wet. The butterfly came near the mushroom. അതായത് ബട്ടർഫ്ലൈ എന്താണ് മഷ്റൂമിന്റെ അടുത്തേക്ക് വന്നു. Will the ants let in the butterfly in? അതായത് ഈ ആന്റ് അതായത് ഉറുമ്പ് സമ്മതിക്കുമോ ബട്ടർഫ്ലൈനെ അകത്തേക്ക് കയറ്റാൻ? നമുക്കിത് വായിച്ചു നോക്കാം. Let's read. A butterfly slowly came near the mushroom. അപ്പൊ എന്താണ് ഈ ബട്ടർഫ്ലൈ പതുക്കെ സ്ലോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ came near the mushroom. അതായത് പതുക്കെ കൂടിന്റെ അടുത്തേക്ക് വന്നു. I'm so wet. അതായത് ഞാൻ ആകെ നനഞ്ഞു. I can't fly. എനിക്ക് പറക്കാൻ കഴിയില്ല. Fly എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കുക എന്നതൊക്കെയാണ് അർത്ഥം. I can't fly. എനിക്ക് പറക്കാൻ കഴിയില്ല. So there is no space for you. അതായത് said the ant. അതായത് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥലമാണ്. അതായത് ഇവിടെ നിനക്ക് ഇവിടെ അടുത്ത് എന്താണ് സ്ഥലമൊന്നുമില്ല എന്ന് ആര് പറഞ്ഞു? ഉറുമ്പ് പറഞ്ഞു. Please, I shall sit close to you, the butterfly said. എന്താ പ്ലീസ് എന്താണ് ഞാൻ നിന്റെ അടുത്തേക്ക് ചേർന്നിരിക്കാമെന്ന് ബട്ടർഫ്ലൈ പറഞ്ഞു. Okay, the ant agreed. അതായത് എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ ശരി. ഉറുമ്പ് അങ്ങനെ സമ്മതിച്ചു. The butterfly got in. അതായത് അതിന്റെ ഉള്ളിലേക്ക് ബട്ടർഫ്ലൈയും കയറി. Can the butterfly sit under the mushroom? Will be the space for the two. അതായത് ബട്ടർഫ്ലൈ എന്താണ് മഷ്റൂമിന്റെ ഉള്ളിൽ ഇരുന്നോ? അതിന് അവർക്ക് രണ്ടുപേർക്കും ഇരിക്കാനുള്ള സ്പേസ് സ്ഥലമുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആന്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അവരുടെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. The ant moved made space for the butterfly. അപ്പൊ എന്താ പറയുന്നത്? They watched the rain. Suddenly somebody ran in. അതായത് the ant moved over. അതായത് ആന്റ് എന്താ ചെയ്ത്? ഉറുമ്പ് എന്താ ഇതിന് സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. അതായത് ആന്റ് മുകളിലേക്ക് അതായത് നമ്മുടെ ഈ മഷ്റൂമിന്റെ തണ്ടിലേക്ക് കയറി ഇരുന്നിട്ട് എന്താ ബട്ടർഫ്ലൈക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. They watched the rain. അവര് രണ്ടുപേരും മഴ നോക്കി നിന്നു. സഡൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഡൻലി പെട്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ, ഈ വാക്കുകളൊക്കെ. സഡൻലി പെട്ടെന്ന്. somebody ran എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി, അതായത് പെട്ടെന്ന് തന്നെ ഒരാൾ ഓടി വന്നു. ആരാ? നമുക്ക് നോക്കാം. Who will be that? ആരാണത്? നോക്കാം. നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നോക്കാം. Squeak. The mouse came there running. ആരാണ് വന്നത്? മൗസ് ആണ് അല്ലെ? എലി. Friends, let me in. സുഹൃത്തുക്കളെ ഞാൻ ഇതിലോട്ടൊന്ന് കയറട്ടെ. I am wet all over. ഞാൻ ആകെ നനഞ്ഞു. How can we let you in? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഉള്ളിലേക്ക് കയറ്റുക? There is no room here. ഇവിടെ ഒരു റൂം പോലും ഇല്ല. The butterfly said. ബട്ടർഫ്ലൈ പറഞ്ഞു. Please give me some space. എനിക്ക് കുറച്ച് സ്ഥലം തരുമോ? The mouse cried. അതായത് കരഞ്ഞു എന്നാണ് അർത്ഥം. The ants and butterfly sat closer. അതായത് എന്താണ് ഉറുമ്പും ബട്ടർഫ്ലൈയും കൂടിയിട്ട് ചേർന്നിരുന്നു. The mouse also got in. അപ്പൊ എന്താണ് മൗസും കൂടി അതിലേക്ക് ചേർന്നിരുന്നു. അതാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൗസ്. Will the rain stop? Can they go home? മഴ പെയ്ത് തോർന്നിട്ടുണ്ടാകുമോ? അവര് വീട്ടിലോട്ട് പോയിട്ടുണ്ടാകുമോ? അപ്പൊ റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ, ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ പറഞ്ഞേ? വീടാണ് ട്ടോ, വീട്. അപ്പൊ അങ്ങനെ മഴ തോർന്നിട്ടുണ്ടാവുമോ? നമുക്ക് നോക്കാം. The rain went on even harder. മഴ അങ്ങനെ പെയ്ത് കുറച്ചുകൂടി ശക്തിയായി. അതായത് harder എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശക്തിയായി. After some time a little sparrow walked towards the mushroom crying. അതായത് little എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? little എന്ന് പറഞ്ഞാൽ ചെറിയ, അതായത് little sparrow. sparrow എന്താണ്? sparrow ആണ് നമ്മുടെ, നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാകും, കുരുവി. കുരുവി എന്താ? മഷ്റൂമിന് നേരെ നടന്നു വന്നിട്ട് എന്താ? കരഞ്ഞുകൊണ്ടാണ് അത് വരുന്നത്. Then she could not fly. എന്താണ്? അവൾക്ക് എന്താണ്? പറക്കാൻ കഴിയുന്നില്ല. Raindrops were dripping from her wings. അതായത് മഴ നനഞ്ഞിട്ട് എന്താണ്? മഴത്തുള്ളികൾ. Raindrops എന്ന് പറഞ്ഞിട്ട് എന്താണ്? Raindrops. മഴ തുള്ളികളെയാണ് പറയുന്നത്, മഴത്തുള്ളി. Raindrops were dripping from her wings. അതായത് മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുക, അവളുടെ ചിറകിൽ നിന്നിട്ട്. നമ്മൾ ഇങ്ങനെ മഴ പെയ്ത് തോർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ നനഞ്ഞാലൊക്കെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴില്ല, അതുപോലെ സ്പാരോ കുരുവിയുടെ ചിറകിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. The little sparrow hopped up to the mushroom. അതായത് എന്താണ്? ആ ചെറിയ കുരുവി ചാടി. hopped എന്ന് പറഞ്ഞാൽ ചാടി എന്നാണ് അർത്ഥം. hopped, ചാടി. up to the mushroom, ചാടിയിട്ട് കൂണിന്റെ അടുത്തേക്ക് വന്നു. I am so tired. എന്നാ ഞാൻ വളരെ ക്ഷീണിച്ചിട്ടാണ്. Can I sit with you? ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്നോട്ടെ? The sparrow cried aloud. അതായത് ഉറക്കെ കരഞ്ഞു. aloud ഉറക്കെ. But there is no room there, the mouse said. അതായത് ഇവിടെ ഒരു റൂമും മുറിയുമില്ല. എലി പറഞ്ഞു, please move over just a little. നിങ്ങൾ കുറച്ചൊന്ന് നീങ്ങിയിരിക്കും. The sparrow pleaded. അതായത് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. pleaded എന്ന് പറയുന്നത് എന്താ? റിക്വസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് അതിന്റെ മീനിങ്. pleaded. Okay. They moved over there in a space enough for the sparrow too. അപ്പൊ അവര് എന്താ ചെയ്ത? ഒരു ചെറിയ എന്താണ്? അങ്ങനെ അവർ നീങ്ങിയിട്ട് അതായത് ആ സ്പേസ്, സ്പാരോ കുറച്ച് സ്പേസ് ഉണ്ടാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ സ്പാരോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്ത് സംഭവിക്കുകയാണ്. The ant, the butterfly, the mouse and the sparrow sat under the mushroom. ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ant, ബട്ടർഫ്ലൈ, മൗസ്, സ്പാരോ. ഇവരെല്ലാവരും കൂടിയിട്ട് മഷ്റൂമിന് കൂടിന് താഴെ ഇരുന്ന്. Suddenly they heard a loud cry. Suddenly എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു. പെട്ടെന്ന് അവരെല്ലാവരും ഒരു ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടു. They saw a rabbit rushing towards them. ആരാണ് rabbit? rabbit എന്താണ്? rabbit ആണ് മുയൽ. എന്താണ്? അവരെന്താണ്? ഒരു മുയല് വേഗത്തിൽ കുതിച്ചിട്ട് അവരുടെ നേരെ വരുന്നത് അവർ കണ്ടു. His eyes were filled with fear. അതിന്റെ കണ്ണുകളിൽ ആകെ ഭയമുണ്ട്. ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയം എന്നാണ് അർത്ഥം. His soft fur. അതായത് ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോമമാണ്, രോമം. അതിന്റെ മൃദുലമായിട്ടുള്ള ആ രോമങ്ങൾ had patched out of mud. അതെന്താണ്? ആ രോമം ചെളിയൊക്കെ പുരണ്ടിട്ടുള്ള പാച്ചസ്, അടയാളമുണ്ട്. പാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അടയാളം. ഓക്കെ. Why was the rabbit crying? എന്തുകൊണ്ടായിരിക്കും മുയൽ കരയുന്നുണ്ടാവുക? അപ്പൊ ഇവിടെ റാബിറ്റിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കരഞ്ഞിട്ടുണ്ടാവുകയാണ്. Let's read. A rabbit came running to the mushroom. അതായത് റാബിറ്റ് എന്താണ്? മഷ്റൂമിന് നേരെ വന്നു. Save me please, he cried. എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് കരഞ്ഞു. Hide me, a fox is chasing me. എന്നെ ഒന്ന് ഒളിപ്പിച്ചു വെക്കൂ. എന്താണ്? എന്നെ പിന്നാലെ ആരാണ് വരുന്നത്? ഫോക്സ് ആണ് കേട്ടോ, ഫോക്സ്. Fox is chasing me. Chasing me എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നാലെ വരുന്നു. The rabbits were shivering with fear. അതായത് മുയല് ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. എന്താണ്? ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറക്കാൻ. ഷിവറിങ്, വിറക്കാൻ. Poor rabbit, said the butterfly. പാവം മുയൽ എന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ പറഞ്ഞു. Let's move a little more and take him in, said ant. അപ്പൊ ant പറയാണ്, ഞാൻ കുറച്ചും കൂടി നമുക്ക് കുറച്ച് സ്പേസ് റാബിറ്റിന് കൊടുക്കാം എന്ന് പറയുന്നു. Will the fox find the rabbit?
എന്താണ് കുറുക്കൻ മുയലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? How will they hide the rabbit? എങ്ങനെയായിരിക്കും റാബിറ്റിനെ അവര് ഒളിപ്പിച്ചിട്ടുണ്ടാവുക? നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. അതിന് ഉത്തരം ലഭിക്കുമോ എന്ന് നോക്കാം. അടുത്തത് എന്താണ്? The fox came running to the mushroom. എന്താണ് പറയുന്നത്? ഫോക്സ് അങ്ങോട്ട് ഓടി വന്നു, മഷ്റൂമിന്റെ അടുത്തോട്ട് ഓടി വന്നു. Have you seen a rabbit? The fox looked around. അതായത് നിങ്ങളൊരു മുയലിനെ കണ്ടോ? ഫോക്സ് എന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി. നമുക്കത് വായിച്ചു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോക്സ് കുട്ടൻ. Let's read. A fox came running there. അതായത് ഫോക്സ് എന്താണ് ഓടി അങ്ങോട്ട് വന്നു. He raised his sharp ears. ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയാണ് അല്ലെ, ചെവി. He raised his sharp, കൂർത്ത അവന്റെ എന്താണ് ചെവികളിലൂടെ ചുറ്റും നോക്കാൻ നോക്കിയതാണ്. ചെവിയാണ് കേട്ടത്. അപ്പൊ അത് ചുറ്റും നോക്കാൻ തുടങ്ങി. then എന്താണ്? There is a smell of rabbit around. ഇവിടെ എന്താണ്? ഒരു റാബിറ്റിന്റെ മണമുണ്ട്. സ്മെൽ എന്ന് പറഞ്ഞാൽ മണം. റാബിറ്റിന്റെ മണം, മുയലിന്റെ മണമുണ്ട്. Is he hiding here? നിങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ ഇവിടെ എന്ന് ചോദിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Oh, you silly fox. നീ ഒരു മണ്ടൻ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഫോക്സ് ആണ്. How can a rabbit hide under a mushroom? എങ്ങനെയാണ് ഒരു റാബിറ്റിന് മഷ്റൂമിന് താഴെ ഒളിക്കാൻ പറ്റുക? asked the mouse. എന്താണ്? എലി ചോദിച്ചു. There is no space here. ഇവിടെ സ്പേസ് ഒന്നുമില്ല. Can't you see? നീ ഒന്ന് നോക്കി നോക്ക്, നിനക്ക് കാണുന്നുണ്ടോ? asked the ant. ഉറുമ്പ് പറഞ്ഞു. The fox lifted his nose up. അതായത് എന്താ ചെയ്തത്? അതെന്താ ചെയ്തത്? അതായത് ഫോക്സ് ലിഫ്റ്റഡ്, അതായത് ഫോക്സ് അതിന്റെ നോസ് ഒന്നും കൂടി മുകളിലേക്ക് ആക്കിയിട്ട് എന്താണ് ഫ്ലിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഔട്ട്. അതായത് വാലൊന്ന് ഫ്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവനെന്ത് തല ഉയർത്തിയിട്ട് വാല് ആട്ടി. ഫ്ലിക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല് ആട്ടി എന്നാണ്. എന്നിട്ട് റാൻ ഓഫ്, അവൻ ഓടിപ്പോയി. Will the fox really believe them? കുറുക്കൻ അത് ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവുമോ? Will he come back? അവൻ ഇനി തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് അവരൊരു പിക്ചർ. സ്പാരോ ഉണ്ട്, ഹാൻസ് ഉണ്ട്, മൗസ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. അതുപോലെ നമ്മുടെ ഒളിച്ചിരിക്കുന്ന ആരുണ്ട്? റാബിറ്റും ഉണ്ട് മഷ്റൂമിന്റെ താഴെ. ഓക്കെ, then the rain was over. അപ്പൊ നല്ല മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നാൽ ഇപ്പൊ എന്താണ്? മഴയെല്ലാം അവസാനിച്ചു. അവസാനിച്ചു. The sun looked out from behind the clouds. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മഴ മാറിയിട്ട് സൂര്യപ്രകാശം വന്നു എന്നാണ്. പക്ഷെ അത് വളരെ അതായത് അലങ്കാരികമായിട്ട് പറയുകയാണ്. The sun looked out from the behind cloud. കാർമേഘത്തിന്റെ താഴത്തിലൂടെ, അതായത് സൂര്യൻ പുറത്തേക്ക് നോക്കിയിട്ട് എന്താണ്? കാർമേഘങ്ങളിൽ നിന്ന് പുറത്തേക്ക് നോക്കി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സൺലൈറ്റ് വന്നു എന്ന് മനസ്സിലാക്കിയാലും കൃത്യമാണ്. ഓക്കെ, everyone came out of mushroom with joy. എല്ലാവരും എന്താണ്? കൂടിന് മഷ്റൂമിന് എല്ലാവരും പുറത്തേക്ക് വന്നു. സന്തോഷത്തോടെ കൂടിൽ നിന്ന് പുറത്തേക്ക് വന്നു. They became friends. അവര് സുഹൃത്തുക്കളായി. What will they do now? പിന്നെ എന്താണ് അവരിപ്പോ ചെയ്യുന്നുണ്ടാവുക? Let's read. The ants looked at his friends. അതായത് ഉറുമ്പ് എല്ലാവരെയും നോക്കി. At first there was space just for myself. ആദ്യം എന്താണ്? തുടക്കത്തിൽ എനിക്ക് മാത്രമേ അതിലെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. And then all of us could sit under the mushroom. പിന്നെ എല്ലാവരും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായി. How was this possible? ഇതെങ്ങനെയാണ് പോസിബിൾ ആയത്? The ant was really confused. ആകെ വന്ന് എന്താണ് കൺഫ്യൂസ്ഡ്. എങ്ങനെ എന്നാലും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. Somebody laughed loudly behind them. ഒരാള് അവരാരുമല്ല, അവരുടെ ബാക്കിലായിട്ട് ആരോ വളരെയധികം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ആരാ? Who was laughing aloud? ആരായിരിക്കും ചിരിക്കുന്നുണ്ടാവുക? ആരായിരിക്കും? നിങ്ങൾ പറഞ്ഞു നോക്കൂ. നമുക്ക് നോക്കാം, ഇത് വായിച്ചു നോക്കാം. They saw a fat green frog. ആരെയാണ്? ഗ്രീൻ ഫ്രോഗ്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തവളയാണ് അല്ലെ, തവളയാണ് ചിരിക്കാൻ അവര് കണ്ട്. It was sitting on the top of mushroom. അതായത് അതെന്താണ്? മഷ്റൂമിന്റെ ഈ മുകളിലായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ? അതിരിക്കാൻ തോന്നി. laughed frog, shaking his head at them. അവര് നേരെ അവരെ തലയാട്ടിക്കൊണ്ട് വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. Don't you know what happened to a mushroom during rain? നിങ്ങൾക്കറിയില്ലേ എന്താണ് കൂടിനെ സംഭവിക്കുക മഴ സമയത്ത്? And he hopped away still laughing. അപ്പൊ
എന്താണ് തവള എന്നിട്ട് അവിടെ ചാടിപ്പോയി. എന്നാലും ചിരി നിർത്താണ്ടാണ് അവൻ ചാടിപ്പോകുന്നത്. അപ്പൊ why was frog laughing? എന്തുകൊണ്ടായിരിക്കും തവള ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട് എന്ത് മഷ്റൂമിനെന്ന് മഴ പെയ്യുമ്പോ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇവരിങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Then the ant, the butterfly, ആരൊക്കെയാണ്? The ant, the butterfly, the mouse, the sparrow, the rabbit looked at one another. അതായത് അവർ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നോക്കാൻ തുടങ്ങി. they looked at mushroom. അവര് എന്താണ് ഇതിനെ മഷ്റൂം അതായത് കൂണിനെ നോക്കിയാൽ suddenly they noticed. അവർ തിരിച്ചറിഞ്ഞു എന്തോ something, the mushroom has grown up. എന്താണ് മഷ്റൂം വളരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് അതിന്റെ പോയിന്റ്. മഷ്റൂം has grown up. What happens to mushroom during rain? എന്താണ് മഴ സമയത്ത് മഷ്റൂമിന് സംഭവിക്കുന്നത്? അതായത് മഴ സമയത്ത് ഈ മഷ്റൂം അതായത് ഈ കൂണിന് ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഈ കൂണിന് എന്താണ് മഴയും അല്ലെങ്കിൽ നനഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇഷ്ടം. നനഞ്ഞ കാലാവസ്ഥയാണ് അതിന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട് ഇപ്പൊ ചെറുതായിട്ടുള്ള ഒരു കൂടാണെങ്കിൽ എന്താകും അതൊന്ന് വലുതാകും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ മഴ പെയ്തപ്പോൾ അത് വലുതാവുകയും ഇവർക്ക് എല്ലാവർക്കും ഉള്ള സ്ഥലം അതിലുണ്ടാവുകയുമാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയേ? അപ്പൊ ഈ കാര്യത്തിൽ നമ്പർല ഫോർ ഓൾ എന്ന് പറയുന്നത് ഒരു കുട എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു കുടയായിട്ട് ഈ എല്ലാ അതായത് ബട്ടർഫ്ലൈക്കും സ്പാരോക്കും റാബിറ്റിനും ഹാൻഡിനും ഫ്രോഗിനും അതുപോലെ തന്നെ മൗസിനും ഒക്കെ മാറിയത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു യൂണിറ്റി, ഒരു ഐക്യം, അതുപോലെ തന്നെ അവരുടെ ഒരു സുഹൃത്ത് ബന്ധം, അതായത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഫ്രണ്ട്ഷിപ്പ്, യൂണിറ്റി, അതൊക്കെയാണ് മനസ്സിലാകുന്നത്. അവരെല്ലാരും കൂടി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ നമുക്ക് ആ റാബിറ്റിനെ, ആ മുയലിനെ കുറുക്കനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി. അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? പെട്ടില്ലേ? നല്ല ഒരു കഥയാണ് അല്ലെ? അതായത് മഷ്റൂം അവർക്ക് ഒരു കുടയായി മാറുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ജീവികളുടെ കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ചെറിയ പാട്ട് പോലെയുള്ള ഒരു കാര്യം കൂടി നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. ബണ്ണീസ് അംബ്രല്ല. അപ്പൊ ഇവിടെ ബണ്ണീസ് അംബ്രല്ല എന്ന് പറയുന്നത് അതായത് മുയലിനെയാണ് ഇവിടെ പറയുന്നത്. അതായത് മുയലിനെയാണ് ഇവിടെ ബണ്ണീസ് അംബ്രല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാരറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്, റാബിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വായിച്ചു നോക്കാം. റെയിൻ ഡ്രോപ്സ് falling from the sky. എന്താണ് പറയുന്നത്? ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. എ മഷ്റൂം സ്റ്റാൻഡിങ് tall and dry. മഷ്റൂം എന്താണ് ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ ഉയർന്നിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും. കാരണം മഴ ഇങ്ങനെ പെയ്യുമ്പോ ഇവിടെ ഒക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും ഈ ഭാഗം, കാരണം അവിടെ ഒന്നും വെള്ളം തട്ടുന്നില്ലല്ലോ. The bunny hops and hides below. അപ്പൊ ബണ്ണി അതായത് മുയല് ചാടി വന്ന് ഒളിച്ചിരുന്നു. ബണ്ണി ചാടി വന്ന് ഇതിന് താഴെ ഒളിച്ചിരുന്നു. Safe from rain. അതായത് മഴയിൽ നിന്നും wings that blow. കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവൻ ഇതിന് താഴെ വന്നിരുന്നു. Thank you mushroom, big and wide. നന്ദിയുണ്ട് കൂണെ, നിന്റെ വലുതും വിശാലതയും ഉള്ളതിന്. big and wide. You are a perfect spot to hide. നീ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നീ എന്ന് എന്താണ് നമ്മുടെ ബണ്ണി പറയുകയാണ്. Then with a hop, അതായത് എന്താണ് ചാടിക്കൊണ്ട് ബണ്ണി എന്താണ് അവിടെ നിന്ന് പോയി. ഗോൺ എന്ന് പറഞ്ഞാല് പോയി. Dry and happy moving. അവൻ എന്താണ് ഡ്രൈ വരണ്ടതും നല്ല സന്തോഷത്തോടെ മൂവിങ് ഓൺ. അവൻ എന്താണ് മുന്നോട്ട് പോയി. മൂവിങ് ഓൺ പറഞ്ഞ മുന്നോട്ട് പോയി. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബണ്ണീസ് അംബ്രല്ല എന്ന് പറയുന്നതിലും അംബ്രല്ല ഫോർ ഓൾ എന്ന് പറയുന്നതിലും പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് 2ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ മറ്റുള്ള സബ്ജക്റ്റിന്റെ അതായത് മലയാളം എന്നിവതിന്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.